അമേരിക്കയിലെ ബാൾട്ടിമോറിൽ പാലം തകർന്ന് കാണാതായ ആളുകൾക്കായുള്ള തെരച്ചിൽ അവസാനിപ്പിച്ചുവെന്ന് അമേരിക്കൻ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. രക്ഷാപ്രവർത്തനം ദുഷ്കരമാണെന്നും രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചെന്നും അമേരിക്കൻ കോസ്റ്റ് ഗാർഡ്. പാലം ഉടൻ പുനർനിർമ്മിക്കുമെന്ന് മെരിലാൻഡ് ഗവർണർ വ്യക്തമാക്കിയിട്ടുണ്ട്. നിർമ്മാണത്തിൻ്റെ മുഴുവൻ ചെലവും സർക്കാർ വഹിക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറയുന്നത്. മധു കൊട്ടാരക്കര വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ന്യൂജേഴ്സിയിൽ നിന്നും ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. പറയൂ, യഥാർത്ഥത്തിൽ ഈ പാലത്തിൻ്റെ തകർച്ച, അതിൽ കപ്പൽ മുട്ടി തകർന്നത്, ആ കാഴ്ച തന്നെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റാത്തതാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ. ഫ്രാൻസിസ് സ്കോട്ട് കീ പാലത്തിൽ നിന്ന് നദിയിലേക്ക് വീണ 6 പേരെ ജീവനോടെ രക്ഷപ്പെടുത്തുവാൻ സാധിക്കുമോ എന്നുള്ള ഒരു പ്രതീക്ഷയ്ക്ക് ഇപ്പോൾ മങ്ങലേറ്റിരിക്കുകയാണ്. സജീവമായ തെരച്ചിലും രക്ഷാപ്രവർത്തനങ്ങളും ഒക്കെ താൽക്കാലികമായി നിർത്തിവെച്ചതായി US കോസ്റ്റ് ഗാർഡ് അല്പസമയം മുമ്പ് അറിയിക്കുകയുണ്ടായി. അതേസമയം ഈ പാലം തകർന്നതിനെ കുറിച്ചുള്ള സുരക്ഷാ അന്വേഷണത്തിൽ ഈ കപ്പലിന്റെ വൈദ്യുതി നഷ്ടപ്പെടുകയും ഈ പാലത്തിന്റെ സ്പാനിലേക്ക് ഇടിച്ചു കയറുകയൊക്കെ ചെയ്തതിൽ ഈ കപ്പലിൽ മലിനമായ ഇന്ധനം ഉപയോഗിച്ചതായിട്ടുണ്ടോ എന്ന് അന്വേഷണത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കപ്പലിന്റെ നിയന്ത്രണം വിട്ട ഉടനെ ജീവനക്കാർ മെയ്ഡേ സന്ദേശം, അതായത് ഈ വിമാനത്തിൽ നിന്നും കപ്പലിൽ നിന്നുമൊക്കെയുള്ള അപായ സന്ദേശം നൽകിയതോടെ ഈ പാലത്തിലേക്ക് കൂടുതൽ വാഹനങ്ങൾ പോകുന്നത് തടയുവാൻ സാധിച്ചത് മൂലമാണ് ഒരു വലിയ ദുരന്തം ഒഴിവായത്. അപകട സമയത്ത് ഈ പാലത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്ന നിർമ്മാണ തൊഴിലാളികളാണ് ഈ നദിയിൽ പോയത്. ഇതിലാണ് 2 പേരെ രക്ഷിക്കുകയും 6 പേരെ ഇനിയും കണ്ടെത്താനുള്ളത്. സിംഗപ്പൂർ ബേസ് ആയിട്ടുള്ള ഗ്രേസ് ഓഷ്യൻ എന്ന കപ്പലായിരുന്നു ഇത്. ഇതിന്റെ മാനേജ്മെന്റ് സർവീസ് നടത്തുന്നത് മലയാളിയായ രാജേഷ് ഉണ്ണിയുടെ സിനർജി മറൈൻ ഗ്രൂപ്പാണ്. LNG LPG ഉൾപ്പെടെ 600-ലധികം കപ്പലുകളുടെ ഉത്തരവാദിത്വമുള്ള ലോകത്തെ 3ാമത്തെ കപ്പൽ മാനേജ്മെന്റ് കമ്പനിയാണ് ഈ സിനർജി ഗ്രൂപ്പ്. ഡാലിയിലെ 22 ജീവനക്കാരും ഇന്ത്യക്കാരാണെന്ന് സിനർജി ഗ്രൂപ്പ് ഇന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരിൽ പലരും മലയാളികളാണ്. അതുപോലെ ഈ കപ്പൽ നിയന്ത്രിച്ചത് ഒരു മലയാളിയാണെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഈ പാലം പുനർനിർമ്മിക്കുന്നതിനുള്ള മുഴുവൻ ചെലവും ഫെഡറൽ ഗവൺമെന്റ് നൽകുന്നതായിരിക്കുമെന്ന് ജോ ബൈഡൻ പറഞ്ഞു. എത്രയും വേഗം ഈ പാലം നിർമ്മിക്കുവാനുള്ള നിർദ്ദേശം നൽകിയെന്നും ബൈഡൻ പറഞ്ഞിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി FBI സംഭവ സ്ഥലത്തുണ്ട്. ഒരു ഭീകരാക്രമണത്തിനുള്ള സാധ്യത ഇല്ല എന്നാണ് FBI വിലയിരുത്തുന്നത്. SK, ഒരു ദിവസം 30,000 ആളുകളാണ് ഈ പാലം വഴി പോകുന്നത്. 1 കോടിയിലേറെ വാഹനങ്ങൾ പ്രതിവർഷം പോകും. ഈ നിയന്ത്രണം നഷ്ടപ്പെട്ട ഉടൻ അപകട സന്ദേശം അയച്ച ഈ കപ്പൽ ജീവനക്കാരും കൃത്യമായി അതിവേഗം ഈ സന്ദേശം കൈമാറിയ ഉദ്യോഗസ്ഥരും സെക്കൻഡുകൾക്കുള്ളിൽ ഈ പാലത്തിലേക്കുള്ള പ്രവേശനവും ഈ നിർമ്മാണ തൊഴിലാളികളെ വരെ വിവരം അറിയിക്കുകയും ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥരും ആണ് സത്യത്തിൽ പറഞ്ഞ ഈ പാലം പോയെങ്കിലും ഒരു വലിയ ദുരന്തം ഒഴിവാക്കിയ ഹീറോസ്. നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മൊത്തം 60 സെക്കൻഡിൽ താഴെയും ഈ പാലമടച്ച ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചത് വെറും 20 സെക്കൻഡുകൾ മാത്രമായിരുന്നു ഈ കപ്പലിടിച്ച് ഈ പാലം നദിയിൽ തകർന്നു വീഴും മുമ്പ്. SK. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര.